ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്റ്റൈൽ മീൻ കറിയാണ്. ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടം നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഫാനായി മാറും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ വായോ, നമുക്ക് ഈ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും മാത്രം ചേർത്താണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ നല്ല പേസ്റ്റ് പോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തിനാ ഇത് അരച്ചെടുത്തത് തോന്നുന്നു ചോദിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ അരപ്പ് വേണ്ട, അതിൻ്റെ പാല് മാത്രമാണ് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് ലൂസാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇനി ആ അടപ്പിലൊക്കെ ഇരിക്കുന്ന ആ അരപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് വടിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ അരപ്പ്. അപ്പോൾ അതാണ്ട് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കറി വെക്കുന്നത് ആ പാത്രം ഒന്ന് എടുത്തിട്ട്, ഞാനിവിടെ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ആ അരപ്പ് ഇങ്ങനെ ഒഴിച്ച് അതിൻ്റെ ആ ഒരു പാല് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അരപ്പ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം അതിന് ആദ്യം ഇങ്ങനെ ഒഴിച്ച് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ പാലൊന്ന് കിട്ടും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കൂലേ, അതുപോലെ ഒന്ന് എടുത്താൽ മതി. ഇങ്ങനൊരു കറി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കറി എൻ്റെ സ്വന്തം പ്രിപ്പറേഷൻ അല്ല കേട്ടോ. ഈ കറി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ കണ്ടതാണ്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് തീരുകയും ചെയ്തു കേട്ടോ ഈ കറി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ്ടേ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി നമുക്ക് ആ പാലൊന്ന് എടുക്കാം. അപ്പോൾ അത് ഫുൾ എടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ. അപ്പം ഈ അരപ്പിന്ന് തന്നെയാണ് അത് ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരപ്പയിലൂടെ അരപ്പിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ദാണ്ട ഞാനെല്ലാം ഒന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അരപ്പ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ല പോലെ ആ സ്പൂൺ വെച്ച് അതിനകത്തുള്ള പാലെല്ലാം നല്ല പോലെ ഒന്നങ്ങോട്ട് അമർത്തി അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അതിൻ്റെ പാല് മാത്രമാണ് എടുത്തേക്കുന്നത്. അത് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. എരിവ് പൊതുവെ കുറച്ച് കുറവായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അതുകൊണ്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പുളി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട, ഇത്ര മാത്രം ചേർത്താൽ മതി. മിക്സാക്കി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. നിങ്ങൾക്കിത് ഏത് മീൻ കറിയിൽ ഏത് മീനിൽ വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്മീനുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മീനിൽ, അയിലയിലൊക്കെ അടിപൊളിയാണ് ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ച് പകുതി മാത്രമേ അടച്ച് വെക്കുന്നുള്ളൂ. കാര്യം ഇത് തിളച്ച് ഇങ്ങനെ പൊന്താനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പകുതി അടച്ച് വെച്ചിട്ടാണ് ഈ കറി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ മീനൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാതെയും ഈ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് തക്കാളി എടുത്ത് ഇതുപോലെ വട്ടത്തിലാണ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കറി നല്ലപോലെ വെന്ത് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരട്ടെ, അതുവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകി കറി മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് തീരെ അങ്ങ് കുറുകി നല്ല അങ്ങ് വറ്റി വന്നിട്ടൊന്നുമില്ല. ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എനിക്ക് കുറച്ച് ചാറ് വേണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാനൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താളിപ്പില്ലാതെ ഈ കറി കഴിക്കാം കേട്ടോ. അപ്പോൾ താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പിന്നെ കുഞ്ഞുള്ളിയാണ്, ഒരു 5-6 കുഞ്ഞുള്ളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് കളറ് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തണം, അതുവരെയും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക്, ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഞാൻ ഈ താളിപ്പില്ലാതെയും കറി കഴിക്കാറുണ്ട്, പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, ഈ ഒരു താളിപ്പും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഈ താളിപ്പ് ചേർക്കുന്നത്. താളിപ്പില്ലാതെ ഞാൻ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ കളറ് കറക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ മുളക് പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഈ താളിപ്പും കൂടെ അങ്ങോട്ട് ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും. ദാണ്ടെ ആ താളിപ്പ് മൊത്തം ഈ കറിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, മൊത്തം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ആണ്ടെ അടിപൊളി ഒരു കറിയാണ്. അപ്പം മീൻ കറി എപ്പോഴും ഒരേ സ്റ്റൈൽ ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.